ഈ തെരുവ് നായശല്യം വികസിച്ച നാടുകളിലില്ല, മെച്ചപ്പെട്ട രാജ്യങ്ങളിലില്ല. നമ്മളെ പോലെ ദരിദ്ര രാജ്യങ്ങളിലാണ് ഈ തെരുവ് നായശല്യം ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ പേവിഷബാധ ഉണ്ടാകുന്നത്. കേരളത്തിൽ നമുക്കുണ്ട്, പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാക്സിൻ കുത്തിവെച്ചതിന് ശേഷവും ചില പ്രത്യേക കാരണങ്ങളാൽ പേവിഷബാധ മരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ചില രാജ്യത്തിലെ മാതൃകൾ നമുക്ക് അതുപോലെ ഇവിടെ പകർത്താൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് കഴിഞ്ഞാൽ, വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പശുവും ഒട്ടകവും ഒക്കെ റോഡ് ക്രോസ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട പശുക്കളെ റോഡ് നടക്കാറുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടികളുടെ അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ കൂടുതലാകുന്നതിന് കാരണം നമ്മൾ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വളർത്തിയ പട്ടിയെ നമ്മൾ റോഡിൽ ഉപേക്ഷിക്കുമ്പോഴാണ് അത് തെരുവ് നായായി മാറുന്നത്. പിന്നെ അത് അവർ പെരുകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പട്ടി വളർത്തുന്നത്, നായ വളർത്തുന്നത് മോശം കാര്യമില്ല. എൻ്റെ വീട്ടിൽ നായ്ക്കളുണ്ട്, അപ്പോൾ എനിക്കറിയാം. അപ്പോൾ എവിടെ ജീവിക്കുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ പുറത്തൊക്കെ ജീവിക്കുമ്പോൾ വികസിച്ച നാടുകളാണെങ്കിൽ അതിന് നമുക്ക് കൃത്യമായ ലൈസൻസ് വേണം, അതിൻ്റെ ചിപ്പ് വേണം അതിൻ്റെ കഴുത്തിൽ, പിന്നെ വാക്സിനേഷൻ കൃത്യമായിട്ട് എടുത്തിരിക്കണം. ഇവിടെ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ വാക്സിനേഷൻ എടുക്കുന്നതാണ്. ഞാൻ വളർത്തുന്ന നായ്ക്ക് വാക്സിനേഷൻ എടുക്കുന്നുണ്ടോ എന്ന് ഒരു പരിശോധനയോ ഒന്നുമില്ല, നിർബന്ധമല്ല. എനിക്കറിയാവുന്ന പല വീടുകളിലും നായക്ക് വാക്സിനേഷൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വ്യക്തി നിലയ്ക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം. നമ്മൾ നായ വളർത്തുകയാണെങ്കിൽ അതിന് വാക്സിനേഷൻ എടുക്കണം, അതിന് ചികിത്സകൾ കൊടുക്കണം, അതിൻ്റെ ഡോക്ടറെ കാണിക്കണം. അതില്ലെങ്കിൽ നമ്മൾ നായ വളർത്തരുത്. ഇനി നായ നമ്മൾ വളർത്തുന്നത് നമ്മൾ തന്നെ പുറന്തള്ളരുത്. പുറന്തള്ളി കഴിഞ്ഞാൽ തെരുവുനായായി മാറും. അപ്പോൾ മനുഷ്യർക്ക്, നമ്മൾ സാധാരണ പൗരന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ സർക്കാരുകൾക്കും കോർപ്പറേഷനുകൾക്കും പഞ്ചായത്തുകൾക്കും ഇതിനകത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നായ്ക്കളെ വ്യാപകമായിട്ട് വന്ധ്യംകരണം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ചിലപ്പോൾ സാധ്യമായിരിക്കില്ല. അപ്പോൾ അതിനത്രയും നമുക്ക് മാൻ പവർ ഇല്ലായ്ക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എല്ലാം കൂടെ ഒരു സംസ്ഥാന സർക്കാർ ഇത് കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കാതെ അതത് പഞ്ചായത്തുകൾ, നമ്മളെല്ലാ പഞ്ചായത്തുകളും വിചാരിക്കുകയാണ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ തെരുവുനായ ഉണ്ടാകില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് തെരുവുനായ ഉണ്ടാകില്ല. തെരുവുനായ ഉണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള തീരുമാനങ്ങളും വേണം, സംവിധാനങ്ങളും വേണം. അതും അത്ര പ്രായോഗികമല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. വന്ധ്യംകരിക്കൽ പോലുള്ള കാര്യങ്ങളിൽ ഇതുപോലെ എളുപ്പമല്ല ഈ നായ്ക്കളെല്ലാം പിടിച്ച് വന്ധ്യംകരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ എവിടെ എത്തും? ഞാൻ പറഞ്ഞത്, അപ്പോൾ അതിന് പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെയും വഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ മരിക്കുന്ന മനുഷ്യൻ പഞ്ചായത്ത് മനുഷ്യനോ സംസ്ഥാന മനുഷ്യനോ രാജ്യ മനുഷ്യനോ എല്ലാ ഈ നാട്ടുകാരാണ്, എല്ലാ രാജ്യക്കാരാണ്. അപ്പോൾ അതിനകത്തൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ അതുണ്ടാകാത്ത പലപ്പോഴും നമ്മൾ സഹിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ജനങ്ങൾ, പൗരന്മാർ ചില വിഷയങ്ങൾ സീരിയസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മളിത് ഗൗരവ സ്വഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്ത് തൊട്ട് കേന്ദ്ര ഗവൺമെൻറ് വരെ സീരിയസ് ആകും. അപ്പോൾ അവിടെ ഒരു ജനമുന്നേറ്റം ആവശ്യമാണ്. പിന്നെ ഇത് ആരോഗ്യ വകുപ്പിൻ്റെ പ്രശ്നമാണോ, വെറ്റിനറി വകുപ്പിൻ്റെ പ്രശ്നമാണോ, മുനിസിപ്പാലിറ്റി വകുപ്പിൻ്റെ പ്രശ്നമാണോ, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തേക്ക് വൺ ഹെൽത്ത് എന്നൊരു അപ്രോച്ച് ഉണ്ട്. മനുഷ്യരെ നോക്കുന്ന ഡോക്ടർമാരും മൃഗങ്ങളുടെ നോക്കുന്ന ഡോക്ടർമാരും മറ്റു വകുപ്പുകളും എൻവയോൺമെൻറ്റ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആരോഗ്യം നിശ്ചയിക്കുന്നത്. അപ്പോൾ പട്ടിയുടെ കാര്യം വരുമ്പോൾ അവരുടെ ഡോക്ടർമാർ വെറ്റിനറി ഡോക്ടർമാരാണ്, അവർ നോക്കട്ടെ എന്നല്ല, ഇതെല്ലാവരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇപ്പോൾ മനുഷ്യരെ നോക്കുന്ന ഡോക്ടർമാർ, മൃഗങ്ങളെ നോക്കുന്ന, പിന്നെ മറ്റതുമായി ബന്ധപ്പെട്ടവർ, പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വനപ്രദേശങ്ങളിൽ മൃഗങ്ങൾ ഉണ്ടാകുന്ന, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സർക്കാരിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും സന്നദ്ധ സംഘടന, ചില പ്രദേശങ്ങളിൽ ഡോക്ടർമാരെയൊന്നും കിട്ടാത്തത് വല്ല മിഷൻ ആശുപത്രികൾ കാണും. ഒരു സന്നദ്ധ സംഘടനകൾ മനുഷ്യരെയും ഡോക്ടർമാരെ, നഴ്സുമാരെയൊക്കെ കൊണ്ടുപോയി അവിടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. അപ്പോൾ എല്ലായിടത്തും സർക്കാർ തന്നെ എത്രയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ KSRTC ബസ് അല്ലല്ലോ എല്ലായിടത്തും ഓടുന്നത്. പലയിടത്തും ഓട്ടോറിക്ഷയും ടാക്സിയൊക്കെ ബസ് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സ്വകാര്യ മേഖല. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. സ്വകാര്യ ആരോഗ്യ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും.
അപ്പം ഇത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളെയും സംഘടിപ്പിച്ച് ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ സാക്ഷരതയുടെ കാര്യത്തിൽ പല കാര്യത്തിൽ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ മരണം 100% ഉറപ്പാണ്. അപ്പോൾ കടിക്കുന്ന പട്ടി പേപ്പട്ടിയാണെങ്കിൽ വാക്സിനേഷൻ കൊടുത്താൽ പോലും മരണം വരുന്ന ചില സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആർക്കാണ് കടി കിട്ടിയെന്നുള്ള വിഷയമല്ല. എല്ലാവരും ഒരു തുല്യ രീതിയിൽ ഈ രോഗത്താൽ മരിക്കാൻ സാധ്യതയുള്ളവരാണ് രോഗം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ഒരു ഡ്രൈവ് നടത്തി പരിഹരിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പട്ടികളെ തല്ലുക, എറിഞ്ഞു പിടിക്കുക, അതൊക്കെ കാണുമ്പോൾ നായ വളർത്തുന്ന കൂടിയ നിലയ്ക്ക് എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. അങ്ങനെയല്ലേ, നായ്ക്കളോടുള്ള ക്രൂരത പാടില്ല. മനുഷ്യൻ ചെയ്ത തെറ്റിന് നായ്ക്കളെ കല്ലെറിഞ്ഞിട്ടോ കാലടിച്ചൊടിച്ചിട്ടോ കാര്യമില്ല. മാത്രവുമല്ല, പലപ്പോഴും നമുക്ക് കാണാം ഈ റോഡ് അപകടങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുടെയും 3 ചക്ര വാഹനങ്ങളുടെയൊക്കെ അപകടങ്ങൾ പലപ്പോഴും ഈ തെരുവ് നായ്ക്കൾ കാരണമാകാറുണ്ട്. അവർ ഈ മനുഷ്യനെ അന്വേഷിച്ച് വന്നവരാണ് നായ്ക്കൾ. ഇപ്പോൾ ആനയെ കുതിരയെ നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയെടുത്തതുപോലെയല്ല. അപ്പോൾ അവർ മനുഷ്യരോട് ഏറ്റവും അടുപ്പമുള്ള ജീവികളാണ്. അവർ നമ്മളെ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ തെരുവിലേക്ക് എറിയരുത്. ഈ തെരുവിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി അതിന് കോർപ്പറേഷനുകൾക്ക്, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ജീവിച്ച പല വികസിത രാജ്യങ്ങൾ, വികസിച്ച നാടുകളിൽ ഒരു തെരുവ് നായം കാണാൻ പറ്റില്ല, ഒരു തെരുവ് പൂച്ച കാണാൻ പറ്റില്ല. നമ്മുടെയൊക്കെ പട്ടി ചിലപ്പോൾ ഇറങ്ങി വഴി ഉണ്ടാക്കി ഇറങ്ങി പുറത്ത് ഓടിക്കളയും. പക്ഷെ അതിൻ്റെ ചിപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ GPS ഒക്കെ വെച്ച് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് പോകുമ്പോൾ അതിൻ്റെ കോഡ് കണ്ടുപിടിച്ചിട്ട് അയൽവാസികൾ അറിയിക്കും, ആ പ്രദേശത്തുള്ളവരെ അറിയിക്കും. അല്ലെങ്കിൽ ഇതിനെ പട്ടിയെ തിരിച്ചു പിടിക്കുന്ന സംഘമുണ്ട്, അവർ വന്ന് പിടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ ഉടയനില്ലാതെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ വികസിച്ച നാടുകളിലൊക്കെ അതൊരു അതിശയമാണ്, അത് അസ്വാഭാവികമാണ്. നമ്മുടെ ഇവിടെ എവിടെ നോക്കിയാലും പട്ടി, അത് കടിക്കാതെ രക്ഷപ്പെട്ടാൽ നമ്മൾ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന രീതിയാണ് നമ്മുടെ ഇവിടുത്തെ രീതി. അത് മൊത്തം എന്ന് പറഞ്ഞാൽ പൗരന്മാർ തൊട്ട് സർക്കാരുകൾ വരെ ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു തീരുമാനമെടുത്ത് ഒരു പൊളിറ്റിക്കൽ വില്ലോടുകൂടി, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഈ പ്രശ്നത്തെ നേരിട്ടാൽ മാത്രമേ നമുക്കിതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പേര്, നമുക്ക് പ്രിയപ്പെട്ട പല ജീവനുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കുട്ടിക്കാലത്ത് പോലും പേവിഷബാധ ഉണ്ടായി അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ നായ്ക്കളുടെ, തെരുവ് നായ്ക്കളുടെ, അവർക്കറിവില്ലല്ലോ, അവരെടുത്ത് ചാടി വീഴുന്നത്, ബൈക്ക് കൊണ്ടുവരുന്ന എതിരെ വന്ന ആൾ വീഴുമ്പോൾ അവരെ ബൈക്ക് മറിച്ചിടാനൊന്നുമല്ല അവർ ചാടുന്നത്, അവരെടുത്ത് ചാടുമ്പോൾ ബൈക്ക് മറിഞ്ഞു പോകുന്നതാണ്. അതിൽ നഷ്ടപ്പെടുന്നൊരു ജീവൻ ചിലപ്പോൾ ഭാര്യയുള്ള ആളായിരിക്കാം, കുഞ്ഞുങ്ങളുള്ള ആളായിരിക്കാം, അമ്മയുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ഒരു വീടിൻ്റെ മൊത്തം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, വീട് നടത്തുന്ന ഒരാളായിരിക്കാം, അവിടുത്തെ വീട്ടിലേക സമ്പാദ്യമുള്ള ആൾ, അല്ലെങ്കിൽ ജോലിയുള്ള ആളായിരിക്കാം. ഇതൊന്നും നായ്ക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം, വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനൊക്കെ ഈ തെരുവ് നായ്ക്കൾ കാരണമാണ്. അപ്പോൾ ഇത് ഒരാൾക്കും കൈ കഴുകിയിട്ട് മറ്റയാളുടെ പ്രശ്നം എന്ന് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ ഞാനുൾപ്പെടെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നായ വളർത്തിയാൽ അത് സുരക്ഷിതമായി വളരണം, വാക്സിനേഷൻ കൊടുത്ത് വളരണം. ഇതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരാൾ പേവിഷബാധ മരിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റുകളുടെ പ്രശ്നം തന്നെയാണ്, പരാജയം തന്നെയാണ്.